ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. മിന്നൂസ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ ലഞ്ച് പ്രിപ്പയറിംഗ് ആണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ ലഞ്ചിനുള്ളത് എന്ന് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നെച്ചോറും ചിക്കൻ കറിയും, സലാഡ്, പപ്പടം, അച്ചാറ്, ചിക്കൻ ഫ്രൈ എന്നിവയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചിക്കൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പാത്രമൊക്കെ അടുപ്പിൽ വെച്ച് പാത്രമൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എന്നും കൂടി ഇതിൽ കാണാം. നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മസാലയും ഒക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് കുട്ടപ്പനാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷമാണ് കറി വയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ചിക്കന് മസാലയൊക്കെ തേച്ച് റെഡിയാക്കിയതിന് ശേഷം അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സവാളയൊക്കെ കട്ട് ചെയ്ത് അരിഞ്ഞ് വെക്കുക. പിന്നെ കൊച്ചുള്ളി തൊലിച്ച് അതും റെഡിയാക്കി വെക്കും. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇതൊക്കെ എല്ലാം ഒന്ന് ചതച്ച് റെഡിയാക്കി മാറ്റി വയ്ക്കും. ഇത്രയും ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കറി വയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ചിക്കൻ കറിയുടെ ഫസ്റ്റ് സ്റ്റെപ്പിലോട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉലുവയൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്ത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ചതച്ച് അതും കൂടി ചേർത്ത്, അപ്പോൾ അതൊന്ന് പാത്രത്തിൽ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സവാളയും കൂടി അരിഞ്ഞതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ബാക്കി സവാളയും കൂടി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ഞാൻ 3 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1.5 കിലോ നമ്മൾ ഫ്രൈ ചെയ്യാനും 1.5 കിലോ കറിയാക്കാനുമാണ് തീരുമാനം. അപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള ചിക്കനൊക്കെ ആൾറെഡി ഇവിടെ മസാലയൊക്കെ തേച്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി, ചിക്കൻ മസാലയും ഗരം മസാലയും ഉപ്പൊക്കെ തേച്ച് പിടിപ്പിച്ച് കുട്ടപ്പനാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കറിയാക്കാനുള്ള ഇറച്ചി ഇതിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്രൈയും കൂടെ ആ കൂട്ടത്തിൽ തന്നെ ചെയ്തെടുക്കാം. ഞാൻ നെച്ചോറ് വെക്കുന്ന സമയത്തൊക്കെ ഫസ്റ്റ് ഇറച്ചിക്കറിയാണ് ഫസ്റ്റിലേ ആക്കുന്നത്. അതിനുശേഷം ചോറ് വയ്ക്കാൻ നമുക്ക് ഒരു താമസമൊന്നുമില്ല. ഇറച്ചി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ആ സമയത്ത് തന്നെ ഫ്രൈ ചെയ്യാം, സലാഡിന് അരിയാം, പിന്നെ ചോറ് വെക്കാനുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്കെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. അപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൂപ്പിക്കാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കും. എന്നിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കും. എന്നിട്ട് ഒരു 5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ അടപ്പ് മൂടി വെച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കും. അപ്പോൾ ഇറച്ചിയുടെ വെള്ളമൊക്കെ ഇറങ്ങി ഇറച്ചി ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടും. അതിന് ശേഷമാണ് തിളപ്പിച്ച് നല്ലപോലെ വെട്ടി തിളപ്പിച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ വെള്ളം കറക്റ്റ് അളന്നൊന്നും അല്ല ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് കറിക്ക് എത്രയാണ് ആവശ്യം, കറി എത്ര ആവശ്യമുണ്ടോ അത്രത്തോളം വെള്ളം ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് കറി അവിടെ വേവുന്ന സമയത്ത് നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് സലാഡും കൂടി തയ്യാറാക്കാം. അടുത്തതായിട്ട് ഞാൻ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാളയും തക്കാളിക്കയും പച്ചമുളകൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നല്ലതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് അതങ്ങ് റെഡിയാക്കി വെക്കാം. നമ്മൾ എന്തായാലും ഭക്ഷണം കഴിക്കുന്നതിന് 2-3 മണിക്കൂർ മുമ്പെങ്കിലും സലാഡ് റെഡിയാക്കി വെച്ചാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അങ്ങനെ തൈരൊക്കെ വീത്തി നമുക്കൊന്ന് അതൊന്ന് സെറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ നമ്മുടെ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ചോറ് വയ്ക്കണം. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുവിധമൊക്കെ ആയി. അപ്പം നമ്മൾ നെച്ചോറ് റെഡിയാക്കുന്നത് വെളിയിൽ വിറകടുപ്പിലാണ്. അപ്പം അതിൻ്റെ വീഡിയോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മുടെ ഫ്രൈ ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടുത്തതിന് പപ്പടം കാച്ചിലാണ്. അങ്ങനെ പപ്പടമൊക്കെ പൊരിച്ചൊക്കെ തീർന്നു. ലാസ്റ്റാണ്, അതും അത്രയും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ലഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചോറൊക്കെ റെഡിയായി. ഇപ്പോൾ ചോറ് വയ്ക്കാൻ വളരെ താമസമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമ്മൾ അരി വെള്ളം തിളയ്ക്കുന്ന സമയം മാത്രമേ വേണ്ടിയുള്ളൂ. അപ്പോഴത്തേക്ക് ചോറ് പെട്ടെന്ന് ആയിക്കോളും. അരിയിട്ട് കൊടുത്തൊരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ ചോറ് റെഡിയായി. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ ലഞ്ച് വിഭവങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. പിന്നെ നമ്മുടെ അച്ചാറ് ചീമനെല്ലിക്കയാണ്, ചുമന്ന നെല്ലിക്കയല്ലേ, അതിനാണ് ഞാൻ അച്ചാറാക്കിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.